ഹായ് എവരി വൺ, വെൽക്കം ടു ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സെമ്മിൻ്റെ കാലോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ളൊരു പോമാണ് ബൈ ലൂസ്ലി ഗിഫ്റ്റ്. അപ്പോൾ ഈ ഒരു പോയത്തിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുന്നേ നമുക്ക് പോയറ്റിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റാണ്. റൂത്ത് ലില്ലി പോയട്രി പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസും ഫാമിലി ലൈഫൊക്കെയാണ് ആളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു പോയറ്റ്, അതായത് നമ്മുടെ ലൂസ്ലി ക്ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയറ്റ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സെഗ്രിഗേഷൻ അതുപോലെ തന്നെ റേസിസം ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റേസിസവും സെഗ്രിഗേഷനും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളുടെ പോയട്രിയിൽ നമുക്കത് തന്നെയാണ് കൂടുതലായിട്ട് കാണാനും പറ്റുക. ദെൻ ഈ ഒരു ലൂസ്ലി ക്ലിഫ്റ്റിൻ്റെ ബിബ്ലിക്കൽ അലൂഷനൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ നമ്മുടെ ഈ ഒരു പോയറ്റ് വാൾട്ട് വിറ്റ്മാൻ്റെ സോങ് ഓഫ് മൈസെൽഫ് എന്നുള്ള ഒരു പോയത്തിനോട് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാൾട്ട് വിറ്റ്മാൻ്റെ സോങ് ഓഫ് മൈസെൽഫിനോട് ഇൻസ്പയർ ആയിട്ടാണ് നമ്മുടെ ക്ലിഫ്റ്റൺ വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. അപ്പം ഈ ഒരു വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ളതിൽ നമുക്ക് കാണിച്ചു തരുന്നത് മേക്കിംഗ് ഓഫ് എ സെൽഫ് എന്നുള്ളൊരു തീമാണ്. പിന്നെ എങ്ങനെയാണ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പോം എഴുതുന്നത് 1960s. അപ്പോൾ 1960s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ റൈറ്റ്സിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യാണ്. ആഫ്രിക്കൻ അമേരിക്കൻസിന് ആദ്യം സെൽഫ് അവെയർനെസ് കൊടുക്കണം, നിങ്ങൾ ആരാണ് എന്നുള്ളതിൽ. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഈ ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ ഒരു ഭാഗമാവാനായിട്ട് നമ്മുടെ ക്ലിഫ്റ്റന് ഈ ഒരു പോം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു ഹിസ്റ്റോറിക്കൽ എക്സൈൽ പറയുന്നുണ്ട്. അതായത് ക്ലിഫ്റ്റൺ പറഞ്ഞു നമ്മൾ ആഫ്രിക്കൻ അമേരിക്കനാണെന്ന് പറഞ്ഞു. സോ ആഫ്രിക്കയിൽ നിന്ന് ഒരു എക്സൈൽ, ഒരു പലായനം ചെയ്തിട്ടാണ് ആളെങ്ങോട്ട് വന്നത്, അമേരിക്കയിലോട്ട് വന്നിട്ടുള്ളത്. ഒരു അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അന്ന് ആഫ്രിക്കയിലെ പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയുന്നതാണ്. പോവർട്ടിയും അതുപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് നമുക്ക് അല്ലെങ്കിൽ പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അമേരിക്കൻ ഡ്രീം, സോ കോൾഡ് എന്താ പറയുക, പോളിഷ്ഡ് ലൈഫൊക്കെ സ്വപ്നം കണ്ടിട്ട് ആഫ്രിക്കയിൽ നിന്ന് എക്സൈൽ ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ പോയറ്റ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയും ഈ വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീലുണ്ട്. അപ്പം ഇങ്ങനെ എക്സൈൽ ചെയ്തിട്ട് അമേരിക്കയിൽ എത്തിപ്പെട്ടപ്പോൾ അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ ഇതിൽ ആങ്കർ കാണാം, ഹ്യൂമിലിയേഷൻ കാണാം. ഇതൊക്കെ അവൾക്ക് എന്ത് ചെയ്യാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഷീ ഹെർസെൽഫ് ഡിഫൈൻ ആസ് നോൺ വൈറ്റ്. അതായത് ശരിക്കുള്ള ടേം നോൺ വൈറ്റ് എന്നതിന് തന്നെ ബ്ലാക്ക് എന്നാണ് പറയാറ്. പക്ഷെ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ബ്ലാക്ക് എന്ന് ഡയറക്റ്റ്ലി പറയുന്നില്ല, നോൺ വൈറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത് ബ്ലാക്കിന് പകരം. അതുപോലെ തന്നെ വുമൺ എന്നും പറയുന്നു, അതായത് ജെൻഡറും കൂടി പറയുന്നു. അപ്പോൾ പറയാണ് ഞാനൊരു നോൺ വൈറ്റാണ്, വുമണാണ്, അപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഊഹിച്ചൂടെ എന്നുള്ള തരത്തിലാണ് ചോദിക്കുന്നത്. ദെൻ ഇവിടെ പറയാണ് റേസും ജെൻഡറും ഈ ഒരു പോത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇനി ഈ ഒരു പോം, അതായത് വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ള പോം ഇസ് കൺസിഡേർഡ് ആസ് എ മോഡേൺ സോണറ്റ് ആയിട്ടാണ് ഇത് കാണുന്നത്. എന്ന് വെച്ചിട്ട് ഇതിൽ ട്രഡീഷണൽ സോണറ്റ്സിൻ്റെ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മോഡേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോം എന്ന് പറയുന്നത് റെറ്റോറിക്കിൽ നിന്ന് ഇമേജിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ആർഗ്യുമെൻറ്റിൽ നിന്ന് റെസൊല്യൂഷനിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഫ്രീ വേഴ്സ് ഇൻ്റർപ്രിട്ടേഷനാണ്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തിട്ടില്ല. ദെൻ ഇതിൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റും ഇവരുടെ ഈ ഒരു ആഫ്രിക്കൻ എക്സൈൽ, അമേരിക്കൻ ഡ്രീമിനുള്ള കാര്യങ്ങളും പിന്നെ ബിബ്ലിക്കൽ അലൂഷൻസ് ഒക്കെ ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോത്തിലോട്ട് പോവാം. വളരെ ചെറിയൊരു പോമാണ്, ആകെ കൂടി വരുന്നത് 14 ലൈൻസാണ്. അതുകൊണ്ടാണിത് മോഡേൺ സോണറ്റ് എന്ന് പറയുന്നത്. വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ what I have shaped into a kind of life I had no model. അപ്പോൾ ഇവിടെ പറയാണ് എൻ്റെ കൂടെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യില്ലേ, വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ.
വാട്ട് ഐ ഹാവ് ഷേപ്ഡ് ഇൻ ടു എ കൈൻഡ് ഓഫ് ലൈഫ്. അതായത് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ജീവിതം ഇവിടെ നെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ജീവിതം ആഘോഷിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഐ ഹാഡ് നോ മോഡൽ. അപ്പോൾ സ്പെസിഫൈ ചെയ്യാണ് ഞാനൊരു മോഡലൊന്നുമല്ല. ബോൺ ഇൻ ബാബിലോൺ, ബൗത്ത് നോൺ വൈറ്റ് ആൻഡ് വുമൺ. അപ്പോൾ പറയാണ് ഞാൻ ബോൺ ഇൻ ബാബിലോൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ആ ഒരു എക്സൈലിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ബിബ്ലിക്കൽ ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. അതായത് ഇസ്രായേലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ബാബിലോണിലോട്ട് എക്സൈൽ ചെയ്ത ഒരു സ്റ്റോറി ബൈബിളിലുണ്ട്. അപ്പോൾ അവിടുത്തെ എക്സൈൽ ചെയ്ത പോലെ, ഇസ്രായേലിൽ ബാബിലോണിക്ക് പോയ പോലെ ഞാൻ എന്ത് ചെയ്തു, ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കൻ ഡ്രീം സ്വപ്നം കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വന്ന ആളാണ്. ആൻഡ് എൻ്റെ പ്രത്യേകത എന്താണ്, അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. ആൻഡ് എൻ്റെ പ്രത്യേകത ഞാൻ നോൺ വൈറ്റ് ആണ്, അതായത് ഞാൻ ബ്ലാക്കാണ്, എനിക്ക് കളറൊന്നുമില്ല. ഐ എം നോൺ വൈറ്റ്. ആൻഡ് വുമൺ, ഞാനൊരു സ്ത്രീയും കൂടിയാണ്. സോ ജെൻഡറും റേസും സ്പെസിഫൈ ചെയ്യാണ്, നേറ്റീവ് പ്ലേസും. വാട്ട് ഡിഡ് ഐ സീ ടു ബി എക്സെപ്റ്റ് മൈ സെൽഫ്, ഐ മേഡ് ഇറ്റ് അപ്പ്. അപ്പോൾ പറയാണ്, ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. സോ ഇവിടെ സെഗ്രിഗേഷൻ, റേസിസം, അതൊക്കെയാണ് പറയുന്നത്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ അമേരിക്കയിൽ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഒരു സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിനുള്ള സപ്പോർട്ടും കൂടിയിട്ടാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. അപ്പോൾ ക്ലിസ്റ്റൻ പറയാണ്, നമ്മളാദ്യം നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റൈറ്റ്സിന് വേണ്ടി പോരാടണം. അല്ലാണ്ട് നമ്മൾ ഇൻഫീരിയർ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് റൈറ്റ്സിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ ഒരു ഇത് നേടിയെടുക്കാനുള്ള ഒരു ത്വര ഉണ്ടാവില്ല. സോ ആദ്യം നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ നമ്മളെ സ്വന്തം ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ റൈറ്റ്സിന് വേണ്ടി പോരാടാനാണ് ഇവിടെ പറയുന്നത്. ഹിയർ ഓൺ ദിസ് ബ്രിഡ്ജ് ബിറ്റ്വീൻ സ്റ്റാർഷൈൻ ആൻഡ് ക്ലേ, my one hand holding tight my other hand, come celebrate with me that every day something has tried to kill me and has failed. അപ്പോൾ ഇവിടെ ബിറ്റ്വീൻ സ്റ്റാർ ഷൈൻ ആൻഡ് ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജാണ്. അതായത് കോസ്മിക് ആൻഡ് എർത്ത്ലി ഒറിജിൻസ് ഓഫ് സെൽഫിനെയാണ് ഇവിടെ പറയുന്നത്. അതായത് ബിബ്ലിക്കൽ ക്രിയേഷൻ മിത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ജോൺ കീറ്റ്സിൻ്റെ ലൈനായിട്ടുള്ള ബെറ്റ്വിറ്റ്സ് ഡംനേഷൻ ആൻഡ് ഇംപാഷൻ ക്ലേ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിലെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു സ്റ്റാർ ഷൈനും ക്ലേയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിബ്ലിക്കൽ അലൂഷനാണ്. അതായത് ദൈവം ആ ഭൂമി സൃഷ്ടിച്ചതും അതുപോലെ തന്നെ ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ ഒരു സംഭവമാണ്. പിന്നെ മനുഷ്യൻ മണ്ണിലോട്ട് തന്നെ മടങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദൈവം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. ഇപ്പോൾ മനുഷ്യർ വന്നതും ക്ലേയിൽ നിന്ന് വന്നതാണ്. ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേർട്ടിൽ നിന്നാണ് മനുഷ്യൻ പൊങ്ങി വന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക്സ്, അതായത് ഈ നോൺ വൈറ്റ്സും ക്ലേയും ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം കളർ. സോ നമ്മൾ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ മൈ വൺ ഹാൻഡ് ഹോൾഡിങ് മൈ അതർ ഹാൻഡ്, അതായത് എൻ്റെ കൂടെ വേറെ ആരുമില്ല. ഐ എം ലോൺലി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. ആൻഡ് ഐ എം സെൽഫ് കോൺഫിഡൻറ്റ്. നമ്മളെപ്പോഴും ഒരു കൈ മറ്റൊരു കൈയിനോട് കൂട്ടിമുട്ടിക്കുന്നതിനാണ് ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് മൈ ലൈഫ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് പറയാണ്, കം സെലിബ്രേറ്റ് വിത്ത് മീ, അതായത് എൻ്റെ കൂടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യൂ, നമ്മുടെ ലൈഫും പ്രഷ്യസ് തന്നെയാണെന്നാണ് പറയുന്നത്. ആൻഡ് എവ്രി ഡേ സംതിങ് ഹാസ് ട്രൈഡ് ടു കിൽ മീ ആൻഡ് ഹാസ് ഫെയിൽഡ്. അപ്പോൾ പറയുന്നത് എല്ലാ വട്ടവും ഈ ഒരു റേഷ്യൽ സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ നീ ഒരു പെണ്ണാണ് ആൻഡ് യു ആർ നോൺ വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ താഴ്ത്താൻ നോക്കുന്നുണ്ടെങ്കിൽ, എന്നെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ, എനിക്കിവിടെ റൈറ്റ്സൊന്നുമില്ല, എന്നെ തള്ളി മാറ്റാൻ അല്ലെങ്കിൽ എന്നെ സപ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ എന്താണ്, അവർ ഫെയിലാവുകയാണ് ചെയ്യാറ്. അതായത് ഞാൻ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരും, ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കൈൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്രിഗേഷനും റേസസൊക്കെ ഉള്ള ഒരു ടൈമാണ്. ആൻഡ് ഐ മേഡ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് പുറത്തോട്ട് വരിക എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ കുറേയധികം ബിബ്ലിക്കൽ അണ്ടർടോണും ഇമേജറിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മോഡേൺ സോണറ്റും കൂടിയിട്ടാണ്.
ആൻഡ് ഈ ലാസ്റ്റ് ലൈൻസിലൂടെ കാണിക്കുന്നത് ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു വുമൺഹുഡ്, അതുപോലെ തന്നെ സെൽഫ് റിലയൻസും കൂടിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്.